യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴയിലെ മാർച്ചിൽ ഇപ്പോൾ സംഘർഷാവസ്ഥയുണ്ട്. ബാരിക്കേഡ് ഭേദിച്ച് പ്രവർത്തകർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസ് വലിയ സന്നാഹങ്ങളോടെ മാർച്ചിനെ നേരിടാൻ എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കാഞ്ഞങ്ങാട് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സംഘർഷത്തിലേക്ക് മാറിയത് കണ്ടു. ഇത് ആലപ്പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ കൂടുതൽ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ബാരിക്കേഡ് ഭേദിച്ച് മുന്നോട്ട് പോകാൻ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. പോലീസ് അവിടെ സജ്ജമായി നിൽക്കുന്നുണ്ട്. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ആലപ്പുഴയിൽ SP ഓഫീസിലേക്കാണോ കളക്ടറേറ്റിലേക്കാണോ ഈ മാർച്ച് നടക്കുന്നത്? കഴിഞ്ഞ ദിവസവും ആലപ്പുഴയിൽ വലിയ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, നിലവിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. അല്പനിമിഷം മുമ്പാണ് ഇവിടെ മാർച്ച് ആരംഭിച്ചത്. ഉദ്ഘാടനമൊക്കെ തന്നെ കഴിഞ്ഞ് രമ്യ ഹരിദാസ് MP ആണ് ഉദ്ഘാടനം നടത്തിയത്. അതിനുശേഷമാണ് പ്രവർത്തകർ ഈ ബാരിക്കേഡിന്റെ സമീപത്തുള്ള മതിൽ ചാടിക്കടന്ന് കളക്ടറേറ്റിലേക്ക് എത്താനുള്ള നീക്കം നടത്തിയത്. ഇതോട് പിന്നെ പ്രവർത്തകർ കമ്പും കല്ലും ഒക്കെ തന്നെ പോലീസിന് നേരെ എറിഞ്ഞു. ഇതോടുകൂടിയാണ് പോലീസ് നിലവിൽ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. 300-ലധികം ആളുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ബാരിക്കേഡിൽ കൂടി പ്രവർത്തകർ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നു. മറ്റൊരു വശത്ത് സ്ത്രീകളടക്കമുള്ള ആളുകൾ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മതിൽ ചാടിക്കടന്ന് മറ്റൊരു ഗേറ്റ് വഴി കളക്ടറേറ്റിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അവിടെ വെച്ച് പോലീസ് അവരെ പിടിച്ചു മാറ്റുന്നു. നിലവിൽ 3-4 ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ സാധാരണഗതിയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ നിലവിൽ കൂടുതൽ പോലീസിന് ഇടത്തിയാൽ മാത്രമേ ഇത്രയും അധികം ആളുകളെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിയുകയുള്ളൂ. സ്ത്രീകളടക്കമുള്ള ആളുകൾ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രവർത്തകർ ഇപ്പോഴും പോലീസിന് നേർക്ക് കമ്പും മറ്റു കാര്യങ്ങളും എറിയുന്നുണ്ട്. പോലീസ് നിലവിൽ ജലപീരങ്കി പ്രയോഗിച്ചു. നിലവിൽ സംഘർഷ സാധ്യതയുണ്ട്. നിലവിൽ പോലീസും പ്രവർത്തകരുമായി ഒന്നും തള്ളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷേ വരുന്ന പോലീസിനെ പരമാവധി പ്രകോപിപ്പിക്കുന്നുണ്ട് പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ ഇനിയൊരു ചിലപ്പോൾ പോലീസ് ലാത്തി വീശിയേക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. വിജയകുമാർ. യെസ്, ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് ഭേദിച്ച് ചില പ്രവർത്തകർ കളക്ടറേറ്റ് വളപ്പിലേക്ക് കടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. അങ്ങനെ കളക്ടറേറ്റ് വളപ്പിലേക്ക് കടന്ന ചില പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പ്രവർത്തകരുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല.